ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബർ ലോ 2 ആണ്. ലേബർ ലോ 2-ക്കകത്ത് കുറേ ആക്റ്റുകൾ പഠിക്കാനുണ്ട്. അതിലെ ഫസ്റ്റ് ആക്ട് ആയിട്ടുള്ള എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് നമുക്ക് നോക്കാം. എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് 1923, അല്ലെങ്കിൽ നമ്മൾ അതിനെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923 എന്നും പറയാറുണ്ട്. അതൊരു അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ചെയ്തത്. ഇനി വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് ഇനാക്ട് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ലെജിസ്ലേച്ചറാണ് 1923. ഇനി അത് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് 1 ജൂലൈ 1924 ഈ ആക്ട് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ ഹോൾ ഓഫ് ഇന്ത്യ ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ഈ ആക്ട് പാസിംഗ് ഓഫ് ദി ആക്ട് ഇൻ 1923 വാസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സോഷ്യൽ സെക്യൂരിറ്റി ഓഫ് വർക്ക്മെൻ്റെ സോഷ്യൽ സെക്യൂരിറ്റിയിലേക്കുള്ള ആദ്യത്തെ ഒരു പടിയായിരുന്നു ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് 1923 എന്ന് പറയുന്നത്. ഇനിയും വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923 മോഡൽ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് പാറ്റേണിലാണ്. ആക്ട് പല തവണയായിട്ട് അമെൻമെൻറ്റ് നടത്തിയിട്ടുമുണ്ട്. ഓക്കെ, ഇനിയും ഈ ആക്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എംപ്ലോയീസിന് ഒരു ആക്സിഡൻറ്റ് വഴി ഇഞ്ചുറി സംഭവിക്കുമ്പോൾ എംപ്ലോയർ അവിടെ എന്താകുന്നു, കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ലയബിളാകുന്നു. അപ്പോൾ സർട്ടൺ ക്ലാസ് ഓഫ് എംപ്ലോയേഴ്സ് ഈ എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കാൻ അവരെ ബാധ്യസ്ഥരാക്കുകയാണ് ഈ ആക്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനിയും ഈ ആക്ടിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കോമ്പൻസേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഇഞ്ചുറീസ്, ഒരു കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ അകത്ത് ഒരു പേഴ്സണൽ ഇഞ്ചുറി സംഭവിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് വഴി ഇഞ്ചുറി സംഭവിക്കുന്നു. അതെന്ന് പറയുന്നത് എന്തുമാകാം, ഒക്കുപേഷണൽ ഡിസീസസും ആകാം. അപ്പോൾ ഒക്കുപേഷണൽ ഡിസീസ് വഴിയോ അല്ലെങ്കിൽ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ അകത്ത് ഒരു ആക്സിഡൻറ്റ് വഴി ഇഞ്ചുറി സസ്റ്റെയിൻ ചെയ്യുമ്പോഴോ ആണ് അവിടെ എംപ്ലോയിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥർ ആകുന്നത്. ഇനിയും ഈ ആക്ട് ഓൾഡ് പ്രിൻസിപ്പിളായിട്ടുള്ള കോമൺ എംപ്ലോയ്മെൻറ്റിനെ ഓവർ റൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, നേരത്തെ ആണെങ്കിൽ ഈ എംപ്ലോയേഴ്സിന് ഒരു ഡിഫൻസ് കിട്ടുമായിരുന്നു. എന്തെന്ന് പറയുന്നത്, ഈ എംപ്ലോയിക്ക് ഇഞ്ചുറി സസ്റ്റെയിൻ ചെയ്തത് മറ്റൊരാളുടെ ഡിഫോൾട്ട് വഴിയാണ്, മറ്റൊരു എംപ്ലോയിയുടെ ഡിഫോൾട്ട് വഴിയാണ് ഇങ്ങനെ ഇഞ്ചുറി സംഭവിച്ചത് എന്നുള്ള ഒരു ഡിഫൻസ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കിട്ടത്തില്ല. ഇനി എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്നത് ഒരു എംപ്ലോയറെ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ലയബിളാക്കുന്നു. ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് റേറ്റിലായിരിക്കും. അവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത് ഒരു എറേസിങ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കും. ഇനി ലയബിലിറ്റി ടു പേ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരു നെഗ്ലക്റ്റോ അല്ലെങ്കിൽ റോങ്ഫുൾ ആക്റ്റിൽ നിന്നൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇവിടെ ഇവിടെ മാസ്റ്റർ ഓർ അനദർ എംപ്ലോയിയുടെ നെഗ്ലക്റ്റ് ഓർ റോങ്ഫുൾ ആക്ട് അതിൽ നിന്നൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ലയബിലിറ്റി വിച്ച് എറൈസസ് ഔട്ട് ഓഫ് ടോർട്ടിൽ നിന്നും വരുന്ന ഒരു ലയബിലിറ്റി അല്ല ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ടിൻ്റെ അകത്ത് വരുന്നത്. എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലയബിലിറ്റി വിച്ച് സ്പ്രിങ്സ് ഔട്ട് ഓഫ് എ റിലേഷൻ ഓഫ് മാസ്റ്റർ സെർവൻ്റ് റിലേഷനിൽ നിന്നും എറൈസ് ചെയ്യുന്ന ഒരു ലയബിലിറ്റിയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഈ ആക്ടിൻ്റെ അകത്ത് നോ ഫോൾട്ട് ലയബിലിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്നുമുണ്ട്. ഇനി RB മൊണ്ട്ര ആൻഡ് കമ്പനി വേഴ്സസ് ബൻവാരി എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ദ കോർട്ട് ഹെൽഡ് ദാറ്റ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് കൺസിഡേഴ്സ് കോമ്പൻസേഷൻ പേയബിൾ ടു ദ എംപ്ലോയി ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡൻറ്റ് ആസ് എ മെഷർ ഓഫ് റിലീഫ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. ഇവിടെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെഷർ ഓഫ് റിലീഫ് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളൊരു നിലയിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ നെഗ്ലിജൻസ്, ആ എംപ്ലോയിയുടെ നെഗ്ലിജൻസിന് ഇറസ്പെക്റ്റീവായിട്ട് എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോമ്പൻസേഷൻ എംപ്ലോയറുടെ കയ്യിൽ നിന്നും ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ഓൾസോ ലേ ഡൗൺ ദ വേരിയസ് എമൗണ്ട് പേയബിൾ ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ടൈപ്പ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇഞ്ചുറിയുടെ ടൈപ്പും അത് ഏത് രീതിയിൽ എങ്ങനെ വന്നു, എങ്ങനെ സംഭവിച്ചു, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടെ കോമ്പൻസേഷൻ കിട്ടുന്നത്. എംപ്ലോയർ നൗ നോസ് ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഹി ഹാസ് ടു പേ ആൻഡ് ഈസ് സേവ്ഡ് ഓഫ് മെനി certainties to which he was subject before the act came into force. Theories of Employees Compensation Act is that the cost of product should bear the value of the blood of employees. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് പഠിച്ചു വെക്കുക. കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്
ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ബെയർ ദ വാല്യൂ ഓഫ് ദ ബ്ലഡ് ഓഫ് എംപ്ലോയിയുടെ ബ്ലഡിൻ്റെ വാല്യൂ ബെയർ ചെയ്യുന്നത് ആ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ആ ഒരു ഇത് പഠിച്ചു വെക്കുക. പിന്നെ കർണം വേഴ്സസ് രാജസ്ഥാൻ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്നത് ഒരു ബെനിഫിഷ്യൻ്റ് ലെജിസ്ലേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലിബറൽ കൺസ്ട്രക്ഷൻ വേണം കൊടുക്കാൻ വേണ്ടി. അതുപോലെ ലിപ്റ്റൺ ഇന്ത്യ ലിമിറ്റഡ് വേഴ്സസ് ഗോകുൽ ചന്ദ്ര മൊണ്ടൽ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് പറയുന്നു എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്നത് ഒരു വെൽഫെയർ ലെജിസ്ലേഷനാണ്. ഓക്കെ, പിന്നെ അത് എന്താണ്, വെൽഫെയർ ലെജിസ്ലേഷൻ പോലൊരു ലെജിസ്ലേഷനാണ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട്. ഇഫ് എനി പർട്ടിക്കുലർ പ്രൊവിഷൻ ഈസ് കേപ്പബിൾ ഓഫ്, അവിടെ 2 ഇൻ്റർപ്രിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ദ വൺ ദാറ്റ് ഈസ് മോർ ഫേവറബിൾ ടു ദ പേഴ്സൺ ഹൂസ് ബെനിഫിറ്റ് ലെജിസ്ലേഷൻ ഹാസ് ബീൻ മെയ്ഡ് ഷുഡ് ബി അഡോപ്റ്റഡ്. ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ ഈ ലെജിസ്ലേഷൻ മെയ്ഡ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഫേവറബിളായിട്ട് വേണം ഇവിടെ ഇൻ്റർപ്രിറ്റേഷൻ നടത്താൻ വേണ്ടി. ഓക്കെ, വെൽഫെയർ ലെജിസ്ലേഷൻ്റെ അകത്ത് 2 ഇൻ്റർപ്രിറ്റേഷൻ കാണും. അതിൻ്റെ അകത്ത് ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ ലെജിസ്ലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് ഫേവറബിളായിട്ട് വേണം അവിടെ ആ ഒരു ഇത് കൊടുക്കാൻ. ഇനി ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇന്ത്യയിലെ 44 ലേബർ ലോസ് കൺസോളിഡേറ്റ് ചെയ്ത് അമെൻമെൻറ്റ് നടത്തി അത് 4 ലേബർ ലോസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, സോഷ്യൽ സെക്യൂരിറ്റി കോഡ് 2020, ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020, കോഡ് ഓൺ വേജസ് 2019. അപ്പോൾ ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് അല്ലെങ്കിൽ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് സോഷ്യൽ സെക്യൂരിറ്റി കോഡിലാണ്. ഇനി അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ എക്സാം എഴുതുമ്പോൾ ഓരോ ആക്റ്റും ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്ത് അമെൻഡ് ചെയ്ത് ഏതിലേക്കാക്കി, ഇതിലെ ഈ 4 ലോസിൽ ഏതിലേക്കാക്കി എന്നും കൂടെ എഴുതുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം ചെറിയ മോഡിഫിക്കേഷനൊക്കെ സിലബസിൽ വരികയും കൂടെ ചെയ്തുകൊണ്ട് ഇത് എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടാനും അവർക്കിപ്പം മനസ്സിലാവും നമുക്ക് ഇതറിയാമെന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ അത് ഓരോന്നും പറഞ്ഞ് ഇനി ലാസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇത് 3 എന്താണെന്ന്, ഇപ്പം നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ കോഡ് നമുക്കിപ്പം ഇതിൽ പഠിക്കുകയല്ല, അത് ലേബർ ലോ 1ൻ്റെ അകത്തായിരുന്നു കൂടുതലും വരുന്നത്. ബാക്കി 3 എണ്ണമാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക്